കുറേ ആളുകൾ വിളിച്ച് ചോദിച്ചാണ് ഈ വീടിൻ്റെ വർക്ക് ഫിനിഷായോന്ന്. കാരണം നമ്മളന്ന് ഷോർട്സ് ഇട്ടപ്പോൾ ഈ വീടിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫിനിഷായി. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ഇതുണ്ട് ബാംഗ്ലൂർ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ അകത്ത് ഗ്രാസ് പിടിപ്പിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് വർക്കേ ഉള്ളൂ. കിണറിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഗ്രില്ല് വിട്ട് ഈ കാണുന്നതല്ല കേട്ടോ, മതിലിനോട് ചേർന്നിരിക്കുന്ന കിണർ. കാരണം ബ്രാൻഡഡ് വീടൊക്കെ അധികം കിടക്കാറില്ല. കാരണം ഇവരുടെ വീട് തന്നെ പണി തീർന്നേക്കുമ്പോൾ സെയിലായി പോകും. ഇപ്പോൾ പണി തീർന്നിട്ടില്ല. ഇപ്പോൾ അടുത്ത ആഴ്ച ഇതുണ്ടാവുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മളിട്ട 3 വീടും സെയിലായി പോയി. കാരണം ബ്രാൻഡഡ് വീടുകളാണ് നമ്മൾ ചെയ്യാറുള്ളൂ. ചെയ്യണതിനൊരു ക്വാളിറ്റി ഉണ്ടാവും. നിങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം വാങ്ങിയാൽ മതി. ഇത് TV ഏരിയ ഉണ്ടോ, ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നല്ല ലിവിങ് സ്പേസ്, അതുപോലെ തന്നെ നല്ല വലിയ ഡൈനിങ് ഹാള്. നമ്മളൊരു വീടിനെക്കുറിച്ച് നോക്കണേ, നല്ല അയൽക്കാർ കാര്യങ്ങൾ, പള്ളിയായാലും അമ്പലമായാലും അടുത്ത് കുറച്ച് നമുക്ക് നടന്നു പോകാൻ പറ്റിയൊരു ദൂരത്തിൽ എല്ലാം ഉണ്ടെങ്കിൽ അത്രയും സൗകര്യം. കാരണം നമ്മളൊരു ഇതാണല്ലോ. അതുപോലെ ബസ് റൂട്ട്, ടൗൺ അടുത്ത്, ബസ് സ്റ്റോപ്പ് അടുത്ത്, അങ്ങനെ കുറേ ഇതുണ്ടാവും. അങ്ങനെ എല്ലാം വന്നൊരു രീതിയിലുള്ള വീടുകളെ ഇവർ ചെയ്യാറുള്ളൂ. അത് നല്ല പക്ക ക്വാളിറ്റിയിൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. 3 ഫേസ് കണക്ഷൻ. ഇതിൻ്റെ അയൽക്കാരും ഇതൊക്കെ ഞങ്ങൾ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. നല്ല ചുറ്റുവട്ടവും കാര്യങ്ങളെല്ലാമാണ്. അതുപോലെ തന്നെ ടൗൺ അടുത്താണ്. കണ്ടത് ഓപ്പൺ കിച്ചൺ. അത് നമ്മളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവില്ല, അതുപോലൊരു വീടായിരിക്കുള്ളൂ. നിങ്ങളൊന്ന് കയറി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇഷ്ടക്കുറവൊന്നും തോന്നില്ല. അതുപോലെ ആയിരിക്കുള്ളൂ ഇവരുടെ വീടുകൾ. അതെ, സെക്കൻഡ് കിച്ചണാണ്ടി കാണുന്നത്. ഇതിൻ്റെയൊക്കെ സൗകര്യം നോക്കിയാൽ നിങ്ങൾ. കാരണം എപ്പോഴും നല്ല, അതായത് കൺജസ്റ്റഡ് ആയിരിക്കില്ല. കാറ്റും വെളിച്ചമൊക്കെ കയറുന്ന രീതിക്ക് നല്ല ഓപ്പൺ സ്പേസ് ആയിട്ടായിരിക്കുള്ളൂ. അങ്ങനെ ആ സ്പേസൊക്കെ കൊടുത്തായിരിക്കുള്ളൂ ഒരു വീട് നിർമ്മിക്കണം. കണ്ട, നമുക്ക് നോക്കിയണ്ട എന്താ വെട്ടവും വെളിച്ചവും നോക്കി. കണ്ട എത്ര ജനലാണെന്ന് നോക്കി. കാരണം വീടിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല വെളിച്ചമായിരിക്കണം. നമ്മൾ ജനലിപ്പോൾ തുറന്നിട്ടില്ലെങ്കിലും ആ കട്ടൻ മാറ്റിക്ക് തന്നെ വീടിൻ്റെ അകത്ത് വെളിച്ചം കിട്ടണം. കബോർഡ് കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും പണി കഴിഞ്ഞ് ഇനി ആകപ്പാടെ ഇവിടെ തീരാനുള്ള ക്ലോസറ്റ് വെക്കാനുണ്ട്. വാഷ് ബേസിനൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി യൂറോപ്യൻ ക്ലോസറ്റ് സെറ്റ് ചെയ്യാനുണ്ട്. അതിപ്പോൾ എല്ലാ ബാത്റൂമിലും ഉണ്ട്. ഈ വീടിന് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമാണുള്ളത്. താഴത്തെ ഫ്ലോറിൽ 2 അറ്റാച്ച്ഡ് ബെഡ്റൂം വേണ്ട. താഴത്തിന് എന്താ സ്പേസ് നോക്കി. അത്രയും നല്ലൊരു വീടാണിത്. നമുക്കൊന്നും പറയാതെ 2ാമത്തെ ബെഡ്റൂം വേണ്ട. പണിക്കാർ റെസ്റ്റ് ചെയ്യാനാണ്, ഉച്ച ടൈമാണ്. ഇപ്പം തന്നെ ഒരു പാർട്ടി കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു. അവർ 1 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ അത് കയറി വീഡിയോ എടുക്കണത് തന്നെ. അങ്ങനെ ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച ഈ വീടുണ്ടാവുമെന്ന് എനിക്കൊരു ഉറപ്പില്ലെന്ന്. കാരണം ഈ ലൊക്കേഷൻ അതാണ്. കാരണം ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് അങ്കമാലിയാണ്. അങ്കമാലി ടൗണിനടുത്താണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത്. കാരണം എയർപോർട്ട് അടുത്ത്, അതുപോലെ അങ്കമാലി ടൗണടുത്ത്, ബസ് സ്റ്റോപ്പ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നിയറസ്റ്റാണ്. അപ്പോൾ അത് കാരണം ഇവിടെ വീടുകൾ കിടക്കൽ കുറവാണ്. അങ്കമാലിലൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം, പുതിയ വീടുകൾ കിട്ടാനില്ല. കാരണം നമ്മളുടെ അടുത്ത് പോലും വീടുകൾ വന്നില്ല. ഞങ്ങളുടെ ഉണ്ടായിരുന്നതൊക്കെ ഏകദേശമൊക്കെ സെയിലായി. ഇനിയിപ്പോൾ ഇതൊരെണ്ണമാണ് ഉള്ളത്. പിന്നെ പഴയ സെക്കൻഡ് ഹാൻഡ് വീടുകൾ നമ്മുടെ അടുത്ത് കിടപ്പുണ്ട് കേട്ടോ. ഈ സ്ഥലം കൂടുതലുള്ളവർക്ക് വേണ്ടിയുള്ള വീടുകൾ നമ്മുടെ അടുത്ത് കിടപ്പുണ്ട്. പുതിയ വീടുകൾ നമ്മുടെ അടുത്ത് ഇതൊരെണ്ണവും കൂടി ഉള്ളു ഈ അങ്കമാലിയിൽ. അല്ലാണ്ട് അപ്പുറവും ഇപ്പുറമൊക്കെ മാറിയൊക്കെ നമ്മുടെ അടുത്ത് വേറെ വീടുകളുണ്ട് കേട്ടോ. കാരണം നല്ല ബ്രാൻഡഡ് വീടുകൾ വരുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഒരു എന്താ പറയുക ലുക്ക്. കണ്ടില്ലേ, ബാൽക്കണി കണ്ട, തൊട്ടപ്പോൾ അടുത്തുള്ള വീടൊക്കെ കണ്ട, എന്തോ വലിയ വീടൊന്നും നോക്കി. ഇത് 4ാമത്തെ റൂം. ഇതിനൊരു ബാൽക്കണി സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാത്റൂം, അതിനെ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഇതിനൊരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. അത്രയും നല്ലൊരു വീടെന്ന് തന്നെ പറയാം. ഈ വീടിൻ്റെ ലൊക്കേഷൻ പിന്നെ അങ്കമാലിയാണ് ഞാൻ പറഞ്ഞ്. ഇത് 7.5 സെൻറ്റും 2500 സ്ക്വയർ ഫീറ്റുമാണ്. ഈ വീടിന് ചോദിക്കണ വില 1,30,00,000. പക്ഷേ അത് സൈലൻ്റ്ലി നെഗോഷ്യബിളാണ്. നമുക്കത് എന്തെങ്കിലുമൊക്കെ കുറച്ച് തരും. കാരണം നല്ല ടീമാണ്. കണ്ട, ഇവിടെ നമുക്കൊരു പരിപാടി നടത്താം. അത്രയും വലിയൊരു ഏരിയയാണിത്. നോക്കി കണ്ട, അത് കംപ്ലീറ്റ് ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേക്കാണ്. നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷനൊക്കെ വന്നെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ ചെയ്യാൻ പറ്റും. കണ്ട, തൊട്ടടുത്ത അയൽവക്കവും കാര്യങ്ങളൊക്കെ നോക്കിയണ്ട, ഇഷ്ടം പോലെ വീടുകളാണ്. എല്ലാം നല്ല നല്ല വീടുകൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അത് ഒത്തു വന്നത്. ഇനി നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഉണ്ടാവും വാഷിംഗ് മെഷീനിൽ എരിയണം. തൊട്ടടുത്ത് വലിയൊരു വീട് വരാൻ പോണു.